ഉറക്കു ചിരിത്തവളെ എന്നെ കുങ്കുമത്തിൽ കരച്ചവളെ നെഞ്ചിൽ മഞ്ചത്തേച്ച് കുളിക്കയിൽ സർ, എന്റെ കൈ എനിക്ക് വേദനിക്കുന്നു. സഞ്ജന, സോറി, താൻ പോവും. സർ, എന്താ എന്താ ഇങ്ങനെ? എന്ത് പറ്റി? സഞ്ജന പ്ലീസ്, താൻ പോ, പ്ലീസ് പോ. ഹരി, ഹരി, തനിക്കെന്ത് പറ്റി? സഞ്ജന, താൻ പോവുക. സർ, ഇല്ല. സഞ്ജന, താൻ പൊക്കോ, ഞാനുണ്ടല്ലോ, പൊക്കോ. അത് പൊക്കോ സഞ്ജന. എന്താ ഹരി, എന്ത് പറ്റി? അത് എന്റെ ഡ്രിങ്കിൽ എന്തോ ഡ്രഗ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആരാ ഇത്? ഡോൺ അശ്വിൻ. ഓക്കെ, നീ കോളാക, ഞാൻ നിനക്ക് താഴ്ന്നത് എന്തെങ്കിലും കൊണ്ടുവരാം. എന്താ ഹരി? സഞ്ജന ഒത്തിരി നേരമുണ്ട് പുറത്ത് നിൽക്കുന്നു. അകത്ത് വരാൻ പറ. സർ, എന്താ പറ്റിയേ? ഹേയ്, ഒന്നും പറ്റിയില്ല സഞ്ജന, എനിക്ക് പെട്ടെന്ന് BP ലോ ആയതാ. സാറിനിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുറവുണ്ട്. അശ്വിൻ, നീ ഒന്ന് പുറത്ത് നിൽക്കും, ഞാൻ സഞ്ജനയോടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ? എന്താ സാർ? സഞ്ജന, സോറി, ഐ എം റിയലി സോറി. ഞാൻ അറിഞ്ഞോണ്ടല്ല. ഏയ്, അത് സാരമില്ല, ഞാൻ പോവാ. എന്താ ഹരി, എന്ത് പറ്റി? അശ്വിൻ, സഞ്ജന അവളൊരു ജെമ്മാടാ. എനിക്ക് വേണ്ടി എന്തും ചെയ്യും അവൾ. ഇപ്പൊ എനിക്ക് അവളെ വേണമെന്ന് തോന്നിയപ്പോ അവൾക്ക് ഇഷ്ടമല്ലേലും എനിക്ക് വേണ്ടി അവൾ എന്തിനും തയ്യാറായനെ. അവൾ എന്നെ സ്നേഹിക്കുന്നതിന് പകുതി പോലും അവൾക്ക് ഞാൻ കൊടുക്കുന്നില്ല എന്നൊരു തോന്നൽ. നിന്റെ ഭാഗ്യ ഹരി അവൾ. അതെ, ഒരുത്തനെ ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. ഹേയ്, എന്തോരം നാണം. അത് ഇന്ന് ഫസ്റ്റ് നൈറ്റോ? ആരുടെ? ജയ്പോ. കൊറേ നൈറ്റ്സ് കഴിഞ്ഞതല്ലേ, അപ്പോ ഇങ്ങനെ ഒരു നൈറ്റിന്റെ ആവശ്യമുണ്ടോ? വേണം, എനിക്ക് വേണം. ഞാനിപ്പോ കാമുകയല്ല, ഭാര്യ. എന്റെ അവകാശ ഇന്നത്തെ രാത്രി. ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയതാ, നടക്കൂലല്ലേ? ഇല്ല. ഓഹോ, അപ്പൊ ഉറപ്പിച്ചാണല്ലേ? അതെ, ഉറപ്പിച്ചു തന്നെ. എന്നാ പിന്നെ ഇനിയും പ്രൊട്ടക്ഷൻ വേണം. എനിക്ക് എത്രയും വേഗം ഒരു കൊച്ചു ചെയ്യട്ടാ. ഓഹോ, വാടിയുടെ. അവൾ വിളിച്ചില്ലല്ലോ. ഇതിപ്പോ എന്താ സംഭവിച്ചേ? അതും പൊളിഞ്ഞു, അതാ സംഭവിച്ചേ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇനി നിന്റെ ഉപദേശം കൊണ്ട് എന്റെ അടുത്ത് വന്നു പോയേക്കല്ലേ. പിന്നെ ആ ഹരി നമ്മൾ അവന്റെ ട്രങ്കിൽ അത് കലക്കിയെന്ന് അറിയുന്നതിന് മുമ്പേ ഇവിടുന്ന് നീ സ്ഥലം വിട്ടോ. ഇല്ലേ നിന്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല. അയ്യോ, ശരിയാ, ഞാൻ പോവാം. കുറച്ചുനാൾ ബാംഗ്ലൂർ അമ്മാവന്റെ വീട്ടിൽ പോയി നിൽക്കാം. അല്ല, നീ എപ്പോ എന്ത് ചെയ്യും? എനിക്കിത് ശീലമാ. ഞാനല്ലേ വില്ലൻ. നായകനെ റിവെഞ്ച് തീർക്കാൻ ഞാനിവിടെ വേണ്ടേ? വില്ലനായി തന്നെ ഇരുന്നോട്ടെ. നീ ചെല്ല. വളരെ നന്ദി നിന്റെ ഉപകാരങ്ങൾക്ക്. സാർ എന്തിനാ എന്നോട് സോറി പറഞ്ഞ്? ആ ടൈമിൽ സാറിന് എന്ത് പറ്റി? എന്റെ സമ്മതമില്ലാതെ എന്റെ അടുത്ത് പോലും വരാത്ത സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തായാലും സാർ ഇത് അറിഞ്ഞുണ്ടല്ലോ ചെയ്തത്. സാർ എന്നോട് സോറി പറഞ്ഞപ്പോ ആ മുഖത്തെ വിഷമം. പാവം സാർ, ഞാൻ സാറിനെ തെറ്റായി കാണുമ്പോൾ ഓർത്തിട്ടാവും, എന്നെ വേദനിപ്പിച്ചോന്ന് ഓർത്തിട്ടാവും. ഇനി സാറിന്റെ അല്ലേ, എന്തിനാ പിന്നെ ഇങ്ങനെ സോറി പറയുന്നേ? സഞ്ജന എന്ത് കരുതി കാണും? ഞാൻ അവളെ എന്നോട് ദേഷ്യമായിട്ടുണ്ടാവുന്നു. അതാണോ ഒന്നും മിണ്ടാതെ പോയത്? തന്നെ ഞാൻ വേദനിപ്പിച്ചു സഞ്ജന. ഐ ആം സോറി. ഗുഡ് മോർണിംഗ് കിച്ചു. ഗുഡ് മോർണിംഗ്. താൻ നേരത്തെ അടുക്കള കയറിയോ?
ദാ കോഫി എടുത്ത് വെച്ചിട്ടുണ്ട്, താൻ കുടിക്കേ. ഞാനിത് ജയ്ക്ക് കൊടുത്തിട്ട് വരാം. ശരി. ദാ കോഫി. താങ്ക്സ് അഞ്ജന. ഫുഡ് കഴിക്കുന്നില്ലേ? അത് ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. സാർ നിക്ക്. സാർ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? ഇന്നലെ മുതൽ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നോട്. ഇന്നലെ നടന്നത് ഓർത്തിട്ടാണോ സാർ ഇങ്ങനെ ചെയ്യുന്നേ? എന്നെ വേദനിപ്പിച്ചു എന്ന് ഓർത്താണോ? സാർ, ഞാൻ സാറിന്റെ പെണ്ണ, സാറിന്റെ ഇഷ്ടം എന്റെയും. പക്ഷെ ഇന്നലെ നടന്നത് സാർ അറിഞ്ഞുകൊണ്ടല്ലാന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് എന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ സാർ നോക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ സാറിനോട് എനിക്ക് ദേഷ്യമോ വെറുപ്പോ ആണെന്നാണ് സാർ ചിന്തിക്കുന്നത്. എന്നാൽ കേട്ടോ, എന്റെ ജീവനാ സാർ, എന്റെ പ്രാണൻ. ആ സാറിനെ ഞാൻ വെറുക്കുമോ? എനിക്ക് ദേഷ്യം തോന്നുമോ? അങ്ങനെ വരണമെങ്കിൽ ഈ സഞ്ജന മരിക്കണം. സഞ്ജന, ഐ ലവ് യു സാർ. എനിക്കിനി എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. എന്നോട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കല്ലേ. അങ്ങനെ നടക്കുന്നതാ എനിക്ക് സങ്കടം. സഞ്ജന, താൻ പറഞ്ഞതുപോലെയൊക്കെയാ ഞാൻ ചിന്തിച്ചിരുന്നത്. സോറി, ഞാൻ ഇനിയും തന്നോട് ഒഴിഞ്ഞു മാറി നടക്കില്ല. താൻ അൺകംഫർട്ടബിൾ ആകുമോന്ന് ഓർത്തിട്ടാ ഇപ്പോ ക്ലിയർ ആയില്ല. ഇനിയും തന്നെ ഞാൻ വിഷമിപ്പിക്കില്ല കേട്ടോ. ലവ് യു സാർ. ലവ് യു. ഞാൻ ഇറങ്ങട്ടെ. ഫുഡ് കഴിക്കണേ. തീർച്ചയായിട്ടും. താൻ ചെല്ല്. ബൈ. ബൈ. ജയ്, വാഷ്റൂമിലാണോ? ഞാൻ ഫ്രഷ് ആക്കുക. ദാ കോഫി ഇവിടെ വെച്ചിട്ടുണ്ട്. താൻ ആ ടവലൊന്ന് എടുത്ത് തന്നെ. ഞാൻ മറന്നുപോയി ടവലെടുക്കാൻ. അതാ ജയ്. അയ്യോ ജയ്, വീട് ഞാൻ നനയുന്നു. ഞാനിപ്പോ കുളിച്ചതേ ഉള്ളൂ. അത് സാരമില്ല, ഒന്നോടെ കുളിക്കാം. ജയ്, പറയുന്നത് കേട്ടാ മതി എന്റെ ഭാര്യ. കൃഷ്ണേന്ദ്രനെ കാണുന്നില്ലല്ലോ. ആർക്കും ഫുഡ് വേണ്ടേ? ഏട്ടനെ വിളിച്ചിട്ട് വരാം. ഏട്ടാ, ഏട്ടാ, എന്താ മോളെ? ഏട്ടാ ഫുഡ് വേണ്ടേ? വാ. വരുവാ. കൃഷ്ണേന്ദ്രയുടെ കിച്ചു ഫ്രഷ് ആകുക. കൃഷ്ണേന്ദ്ര ഫ്രഷ് ആയിട്ടാണല്ലോ കിച്ചണിൽ വന്നത്. വീണ്ടും ഫ്രഷ് ആകുന്നു. അത് പിന്നെ കിച്ചുവിന് ഡ്രസ്സിൽ കോഫി വീണു. ഡ്രസ്സിൽ കോഫി വീണെന്നു? കോഫി ഡ്രസ്സിൽ വീണേന് കുളിക്കണോ? അത് ദേഹത്ത് മൊത്തമായി. അതാ. എന്തായാലും രണ്ടാളും വാ, എനിക്ക് കോളേജ് പോണം. മോള് ചെല്ല്, ഞങ്ങൾ വരുവാ. ഹായ് സഞ്ജന, ഇന്നെന്താ താൻ ലേറ്റ് ആയേ? അത് ഏട്ടന്റെ കല്യാണമായിരുന്നു 2 ദിവസം മുന്നേ. ഞാൻ ഇന്ന് ഒറ്റയ്ക്കാ വന്നേ. ആഹാ, ഏട്ടന്റെ കല്യാണമായിട്ട് താൻ ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ. അത് സോറി, ഞാൻ ഇവിടെ വന്നതല്ലേ ഉള്ളൂ. വിളിച്ച ആരും വരില്ലെന്നോർത്താ. താൻ വിളിച്ചാൽ ഞാൻ എന്തായാലും വന്നേനെ. താൻ എന്റെ ഫ്രണ്ട് അല്ലേ? ഹായ് കശി, ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ സഞ്ജന. ഓഹോ, ഫ്രണ്ടാണോ അതോ ഗേൾ ഫ്രണ്ടോ? പോടാ, ഫ്രണ്ടാ. ഹായ് സഞ്ജന, ഞാൻ സിജിൻ. ഹായ്. ഇവിടുത്തെ നമ്പർ 1 കോഴിയാ. അധികമൊന്നും മിണ്ടാൻ പാടില്ലേ സഞ്ജന. പോടാ, ചുമ്മാതാ സഞ്ജന, ഇവൻ ചുമ്മാ പറയുന്നേ. ശരി കാശി, ഞാൻ പോവാം. ശരി. ഓഹോ ഹോ ഹോ, കാശിന്ന്. ഏതാടാ സുന്ദരി പെണ്ണ്? നിന്റെ ആരാ അവൾ? എന്റെ ക്ലാസ്സിലാ, നല്ല വച്ച. വളഞ്ഞോ അവൾ? വളഞ്ഞു വരുന്നു. ഓഹോ, ചെലവുണ്ട് കേട്ടോ. നിന്റെ ക്ലാസ്സിലാവുമല്ലേ? ഓടാ. അശ്വിൻ, ഫയൽ റെഡിയായോ? റെഡിയായി ഹരി. ഇതാ കാലം വരുന്നുണ്ട്. നീ വാ. ഹലോ ഹരികൃഷ്ണൻ, കേസിന്റെ ഫയലാണോ? ആഹാ, എന്തായി കാണട്ടെ. എന്തിന്? ഹരി കൊടുക്ക്. അശ്വിൻ, നീ എന്താ സർ? എന്താ ഹരി സാറിന് ഫയൽ തരാനൊരു മടി? അത് അങ്ങനൊന്നുമില്ല സാർ. നേരത്തെ DGP ചോദിച്ചപ്പോ നീ എന്താ കേസിന്റെ കാര്യം മാറ്റി പറയാഞ്ഞേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, കേസിൽ ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയണമെന്ന്. എനിക്കിത് പറ്റില്ല സാർ. കാരണം ഇല്ലാത്ത കാര്യം ഉള്ളതായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. അതെന്താ പറ്റാത്തത്? തന്തയ്ക്ക് പറഞ്ഞോണ്ട്. ഹരി,
എന്താ തന്തയ്ക്ക് പറഞ്ഞുകൊണ്ടെന്ന് സാറ് ഫയലിങ് തരണം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്താ ഏട്ടാ, എന്തായാലും ജയുടെ വിവാഹം കഴിഞ്ഞു. അവനും അവളും ഇവിടെയല്ല ജീവിക്കണ്ടേ, അവരെ ഇങ്ങോട്ട് വിളിക്കേട്ടാ. ഞാനതിനെ കുറിച്ച് ആലോചിക്കത്തിരുന്നില്ല. അവനെ അവളെയും ഇവിടെ കൊണ്ടുവന്ന് താമസിക്കണം. അങ്ങനെ ആ ഹരിയോട് അടുപ്പമുള്ളവരെയെല്ലാം അവനിൽ നിന്ന് അകറ്റണം. അവസാനം നമ്മുടെ മോളെയും. പക്ഷേ അവര് വരുമോ? വിളിച്ചു നോക്കാം. ജയ്, ഹണിമൂൺ എന്ന് പറഞ്ഞ് കുറെ ഡേയ്സ് ആയല്ലോ ഓഫീസിൽ പോകാതിരിക്കുന്നു. പോകണ്ടേ ഓഫീസിൽ? പോണം, നാളെ മുതൽ പോകാം. സഞ്ജു ഒറ്റയ്ക്കാണല്ലോ എന്നോർത്താ ദൂരെയെങ്ങും ഹണിമൂൺ വെക്കാഞ്ഞത്. ഹരി പോലും വീട്ടിൽ കാണില്ല. അതാ ഞാനും നിർബന്ധിക്കാൻ. നാളെ മുതൽ എന്തായാലും ഓഫീസിൽ പോകാം. താൻ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് വന്നാലും മതി. റെസ്റ്റ് എടുക്ക്. റെസ്റ്റോ? എന്തിന്? 2-3 ആഴ്ച നല്ല ജോലിയല്ലായിരുന്നു. ഹേയ് സഞ്ജന, താനെന്താ അവിടെ ഇരിക്കുന്നേ? വാ കാശി, താനും വാ. ഞാൻ നോട്ട്സ് എഴുതുമായിരുന്നു. എന്തായിരുന്നു ഇവിടുത്തെ സംസാര വിഷയം? ഇവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവന്റെ കാര്യം പറയുമായിരുന്നു. അവനിപ്പോ നല്ല വാശി. എന്ത് വാശി? അവനിപ്പോ ഇവളെ എവിടെയൊക്കെ കൊണ്ടുപോകണമെന്ന്. എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. എന്താ, നിന്റെ ലവർ അല്ലേ അവൻ? പോയാ പിന്നെ 24 മണിക്കൂർ അവനെ തൊട്ടും പിടിച്ചു ഇരിക്കും, പിന്നെ കിസ്സും. ഇപ്പൊ അവന് ഇത് തന്നെ പണി. അവന് വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ടോന്നാണ് എന്റെ ഡൗട്ട്. നീ എന്താ കിസ് ചെയ്തിട്ടില്ലേ? കിസ് ചെയ്യാത്തവർ ലവേഴ്സ് ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാളെ തൊട്ടാൽ മാത്രമേ സ്നേഹം ഉണ്ടാകൂ എന്നുണ്ടോ? തൊടാതെയും പ്രേമിക്കാം. ഇവരിത് എന്തൊക്കെയാ പറയുന്നേ? ഇത് കേക്ക്. കിസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാ. അതും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണെങ്കിൽ സൂപ്പർ. ഞാൻ പോവാ, എനിക്ക് ബാക്കി നോട്ട്സ് എഴുതണമായിരുന്നു. എന്താ സഞ്ജന, തനിക്ക് ഉണ്ടോ ലവർ? ഏയ്, സാഞ്ജനയ്ക്ക് അങ്ങനൊന്നും കാണില്ല. ഞാൻ പോവാ. സഞ്ജന, എന്താ കാശി? താൻ അവിടുന്ന് പോയത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അൺകംഫർട്ടബിൾ ആയി തോന്നി അല്ലേ? സഞ്ജന, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാശി? എനിക്ക് തന്നെ പരിചയപ്പെട്ട അന്നു മുതൽ തന്നോട് എന്തോ ഒരു ഇത്. സഞ്ജന, ഐ ലവ് യു. കാശി, തന്നെ ഞാൻ ഇത്രയും നാളും നല്ലൊരു ഫ്രണ്ട് ആയിട്ടാ കണ്ടിരുന്നത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. സഞ്ജന, 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 തനിക്ക് എന്ത് പറ്റി? റൂമിൽ തന്നെ ഇരിക്കുന്നു. അല്ലാത്തപ്പോ എപ്പോഴും എല്ലാവരുടെ അടുത്ത് കാണുന്നതല്ലേ? അത് എന്ത് പറ്റി? മുഖം മാടിയിരിക്കുന്നു. അത് സർ, ഇന്ന് കോളേജിൽ ഒരു കാര്യം ഉണ്ടായി. എന്ത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, കാശിനാഥ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്, അവന് നിന്നെ പ്രപ്പോസ് ചെയ്തു. അതാണോ കാര്യം? ആൺകുട്ടികളല്ലേ, അങ്ങനൊക്കെ അട്രാക്ഷൻ തോന്നുന്നു. അതിന് താൻ വിഷമിച്ച് ഇരിക്കുന്നത് എന്തിനാ? താൻ നോ പറഞ്ഞില്ലേ, അപ്പോ അത് അവിടെ തീർന്നു. ഇത് ചിന്തിച്ചിരിക്കാതെ നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, എക്സാം ഒക്കെ വരുമല്ലേ, അതുകൊണ്ട് ആരുടെയും കാര്യം ഓർക്കണ്ട, താൻ പഠിക്കുക. സർ, സിദ്ധാർത്ഥ് സർ വന്നിട്ടുണ്ട്. എന്താടോ പിന്നെ അകത്തേക്ക് വിളിക്കാഞ്ഞേ? സർ വരാൻ കൂട്ടാക്കിയില്ല സർ. ശരി. ഏട്ടാ, എന്താ ഏട്ടാ അവിടെ നിൽക്കുന്നേ? വാ. നമ്മുടെ ഓഫീസ് എങ്ങനെയുണ്ട്? പോകുന്നു? നന്നായി പോകുന്നു ഏട്ടാ. നമ്മുടെ അച്ഛൻ ആദ്യമായിട്ടിട്ട ഓഫീസാണ്. ഇതൊരു ബ്രാഞ്ച് മാത്രം ആയെന്നേ ഉള്ളൂ. ഞാൻ പോകുന്നത് നിന്നെയും കൃഷ്ണയും തോന്നിയും വീട്ടിലോട്ട് വിളിക്കാനാണ്. വെറുതെ എന്തിനാണ് മറ്റുള്ളവരുടെ വീട്ടിൽ താമസിക്കുന്നത്? ഇത് വല്ലവരുടെയും വീടല്ല, ഹരിയുടെ. അതായത് എൻ്റെ ഭാര്യ കൃഷ്ണയും തോന്നിയ. ആയിക്കോട്ടെ, പക്ഷെ വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കണ്ടേ? അതായത് നിന്റെ വീട്ടിൽ. ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? നീയും കൃഷ്ണേന്തും ഇനി മുതൽ നമ്മുടെ വീട്ടിൽ താമസിക്കണം. അതാണ് വേണ്ടത്. ഏട്ടന് പെട്ടെന്ന് എന്ത് പറ്റി? ഒരു ദിവസം കല്യാണം നടത്തി തരില്ല എന്ന് പറയുന്നു, പിന്നെ കല്യാണ ദിവസം സ്വയം വന്ന് നടത്തി തരുന്നു. ഇപ്പോഴത്തെ വീട്ടിലോട്ട് വിളിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ഏട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന്. നീ എന്ത് വേണേലും കരുതിക്കോ. ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞു.
പക്ഷെ എൻ്റെ ആഗ്രഹം നീയും മോളും എൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന. ബാക്കി നിന്റെ ഇഷ്ടം. സഞ്ജന, പ്ലീസ് കാശി, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു. സഞ്ജന നിക്ക്. തനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, ഓക്കെ, ബട്ട് കാര്യം എന്താണെന്ന് പറ. കാശി, താൻ മുമ്പിൽ നിന്ന് മാറാൻ. താനിത് പറയാതെ ഞാൻ മാറില്ല. കാശി, മാറാൻ. ഞാൻ പറഞ്ഞില്ലേ, കാര്യം എന്താണെന്നറിയാതെ ഞാൻ മാറില്ല. പറ, എന്താ കാര്യം? കാര്യം, ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ജീവന് തുല്യ. ഈ ജീവിതം അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. ആ മനുഷ്യന് പകരമായി വേറെ ഒരാൾക്കും എന്റെ ജീവിതത്തിൽ വരാൻ സാധിക്കില്ല. എന്റെ ജീവിതാവസാനം വരെ അദ്ദേഹത്തിന്റെ മാത്രമായി ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. അതിന് സാധിച്ചില്ല, ഈ സഞ്ജന ഈ ലോകത്തുണ്ടാകില്ല. കാത്തിരിക്കാം, പക്ഷെ അതുപോലല്ല. കിട്ടില്ല എന്ന് വരുമ്പോൾ അത് ചങ്ക് പറിച്ച് സ്നേഹിക്കുന്നവർക്കേ അറിയും. ആ മനുഷ്യന്റെ സ്ഥാനത്തേക്ക് മറ്റാരെയും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ നോ പറഞ്ഞത്. ഇതാണ് കാര്യം. കാശി, നീ അറിയാത്ത പല കഥകളും ഉണ്ട് ഇപ്പൊ നീ കാണുന്ന സഞ്ജനയ്ക്ക്. പ്ലീസ്, അതുകൊണ്ട് എന്നെ ഒന്ന് വിട്ടേക്ക് പ്ലീസ്. സഞ്ജന, സോറി. എനിക്ക് അറിയില്ലായിരുന്നു താൻ ഇത്രത്തോളം മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. സോറി. ഇനി ഞാൻ തന്റെ മുമ്പിൽ ഇങ്ങനെയൊന്നും വരില്ല. തന്നെ വേദനിപ്പിച്ചതിന് സോറി. താനൊരു പാവം പെണ്ണു. തന്നെ സ്നേഹിക്കുന്ന ആ ആൾക്ക് താനൊരു ഭാഗ്യം. അല്ല കാശി, അദ്ദേഹം എനിക്ക് അഭാഗ്യം. ആ മനുഷ്യനെ മനസ്സിൽ കൊണ്ട് നടക്കാൻ എനിക്ക് സന്തോഷവും അഭിമാനവുമേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല ആളാ അദ്ദേഹം. തന്റെ വാക്കുകളിൽ മുഴുവനും അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണല്ലോ. താൻ പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്കും അദ്ദേഹത്തെ ഒന്ന് കാണാൻ തോന്നുന്നു. എനിവേ, സോറി സഞ്ജന, സോറി. ഇറ്റ്സ് ഓക്കെ കാശി. ഹരി, എന്താ സഞ്ജയ്? വല്യേട്ടൻ ഞങ്ങളെ വീട്ടിൽ വന്ന് താമസിക്കാൻ നിർബന്ധിക്കുന്നു. ഏട്ടൻ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് കിച്ചുവിനെ കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. നിനക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ ഹരി, താൻ എത്രയും വേഗം സഞ്ജുവിൻ്റെയും തൻ്റെയും വിവാഹത്തിനുള്ള കാര്യങ്ങൾ നോക്കണം. കാരണം ഞങ്ങൾ ഇവിടുന്ന് മാറിയ താനും സഞ്ജുവും മാത്രമല്ലേ ഉള്ളൂ. അതിനിപ്പോ എന്താ, സഞ്ജനയുടെ കൂടെ ഞാനില്ലേ? അതല്ല ഹരി, ഒരു അവിവാഹിതരായ ആണും പെണ്ണും ഒരുമിച്ച് താമസിക്കുന്നത് സമൂഹത്തിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല, അത് ബാധിക്കുന്നത് മോളെയല്ലേ. എനിക്ക് സൊസൈറ്റിയുടെ കാര്യമൊന്നും അറിയണ്ട. പക്ഷെ സഞ്ജനയുടെ കാര്യം ഓർത്തിട്ട് മാത്രം ഞാൻ നോക്കാം ബാക്കി കാര്യങ്ങൾ. ശരി ഹരി. സാർ ഇന്ന് നല്ല ഹാൻസം ആണല്ലോ. ആ കണ്ണുകൾ എന്നെ നോക്കിയ ഞാൻ ഇല്ലാണ്ടാകും. എന്റെ സാർ ശരിക്കും ഒരു പ്രിൻസാ. ഒരു കിരീടത്തിന്റെ കുറവേ ഉള്ളൂ. സാർ അറിയാതെ സാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എന്ത് രസാ. അശ്വതി പറഞ്ഞത് പ്രണയിക്കുന്ന ആളുകൾ കിസ് ചെയ്യുമെന്നാണ്. ഞാനും സാറും കിസ് ചെയ്തിട്ടില്ലല്ലോ. എന്താ സഞ്ജന ചിന്തിക്കുന്നേ? അത് പിന്നെ പോയി കിടന്നുറങ്ങ. അത് സാർ ഒന്ന് നിൽക്കുമോ? എന്താ സഞ്ജന? സാർ, അത് പറ, എന്താ കാര്യം? അത് എന്റെ ഫ്രണ്ട് പറഞ്ഞു പ്രണയിക്കുന്നവർ കിസ് ചെയ്യുമെന്ന്. അതിന് അത് പിന്നെ എനിക്ക് എന്താ, തനിക്കും കിസ് വേണം? അല്ല, വേണ്ട. തന്റെ ഫ്രണ്ട് ആള് കൊള്ളാലോ. എന്തായാലും ഫ്രണ്ട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? അത് പിന്നെ സർ, I love you, സഞ്ജന. ഫസ്റ്റ് നൈറ്റ് വരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ഈ ചുണ്ട് എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്നു. സോറി സഞ്ജന, തന്റെ ചുണ്ടുകളുടെ രുചി എനിക്കിന്ന് അറിയണം. സർ, അത് തന്റെ സമ്മതത്തോടെ പ്ലീസ് ഡോണ്ട് സേ നോ. Close your eyes and feel my lips. हौले हौले से हवा लगती है, हौले हौले से दवा लगती है, हौले हौले से दुआ लगती है ना। हाय, हौले हौले चंदा बढ़ता है, हौले हौले घूंघट उठता है,
हौले हौले से नशा चढ़ता है ना तू सब्र तो ഈശ്വര, जरा सांस तो ले दिलदार ഞാൻ എന്തായി കാണുന്നേ? ഭഗവാനെ, അത് കൃഷ്ണേന്ദു, അത് പിന്നെ അപ്പൊ കള്ളിപ്പൂജ ആയിരുന്നില്ല സഞ്ജന താൻ. തന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അയ്യോ കൃഷ്ണേന്ദു, ഞാൻ അത് പിന്നെ കിച്ചു, നീ അവളെ പൊട്ടം കളിപ്പിക്കാതെ. സഞ്ജന, താനിത് കാര്യമാക്കണ്ട. കിച്ചു തമാശക്ക് പറഞ്ഞത്. താൻ പൊക്കോ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ് കൃഷ്ണേന്ദു. ഗുഡ് നൈറ്റ്. കിച്ചു, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ടോ? അത് സോറി ഏട്ടാ. ഗുഡ് നൈറ്റ്. ശേ, വേണ്ടായിരുന്നു. പക്ഷേ സാർ, എന്റെ സാർ എന്നെ ആദ്യമായിട്ട് കിസ് ചെയ്തു. ഞാനിത് മറക്കില്ല. गलियां तंग है शर्मो शर्मी में बंद है खुद से खुद की വിഷ്ണു, നീയാണോ നിന്റെ ഡ്രിങ്കിൽ ഡ്രഗ് ചെയ്തത്? അത് പറയടാ. ഞാനാ. എന്തിന്? സഞ്ജന നിന്നെ വെറുക്കാൻ. പക്ഷെ നിന്റെ റൂമിൽ ഒരു പെണ്ണിനെ കൂടെ വിട്ടിരുന്നു. പക്ഷെ അവൾ വന്നില്ല. അവൾ വരാതെ പോയത് കൊണ്ട് മാത്രം സഞ്ജന നിന്നെ വെറുക്കാനുള്ള അവസരം പോയത്. നിനക്ക് തോന്നുന്നുണ്ടോടാ അവൾ എന്നെ വെറുക്കുമെന്ന്? ഒരിക്കലുമില്ല. അവൾ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. പിന്നെ നിന്നെ ഇപ്പൊ കാണാമെന്നത് ഇതുകൊണ്ട് മാത്രമല്ല. നീ അവളെ ഫോൺ ചെയ്ത് അനാവശ്യം പറഞ്ഞതും പിന്നെ എന്റെ പെണ്ണിന്റെ റൂമിൽ വരെ കയറി ചെന്നതും എല്ലാം ഞാൻ അറിഞ്ഞു. എന്നിട്ടും ഞാൻ പ്രതികരിക്കാതിരുന്നത് അവളിപ്പോൾ നിന്നെ ഒരു ബ്രദറായി കാണുന്നത് കൊണ്ടാണ്. വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് നീ നിന്റെ ഇത്തരത്തിലുള്ള അധികാരം ഇനി അവളുടെ അടുത്ത് എടുക്കാതിരിക്കാൻ ഒപ്പിടിതിൽ. ഇത് ഡിവോഴ്സ് പേപ്പർ. അതെ, ഒപ്പിടടാ. ഇനി നീയും സഞ്ജനയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ? ഇനിയും എന്റെ പെണ്ണിന്റെ കൺവെട്ടത്ത് വന്നാലാ. സർ, ഇതാ വെള്ളം. സഞ്ജന, തന്നെ നിന്നെ. എന്താ സർ? എന്താ? ഇതെന്താ സർ? നോക്ക്. ഡിവോഴ്സ് പേപ്പർ സർ. ഇത് അതെ, അവനെ പെട്ടു. ലീഗലി ഇപ്പം തന്റെ ഭർത്താവല്ല വിഷ്ണു. ഇതെങ്ങനെ? അതിനെ കുറിച്ച് ഓർത്ത് താൻ വേവലാതിപ്പെടണ്ട. സർ, ഇത് സത്യം പറ സർ. വിഷ്ണുവേട്ടനെ വല്ലതും ചെയ്തു സർ? ഞാനൊന്നും ചെയ്തിട്ടില്ല സഞ്ജന. ഞാൻ കാര്യം പറഞ്ഞു, അവനത് സമ്മതിച്ചു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തനിക്ക് എന്നെ വിശ്വാസമാണ്? 1000 വട്ടം. അപ്പോ എന്റെ ഉറപ്പ് പോരെ? इश्क़े दी गलियां तंग है शर्मो शर्मी में बंद है ഇപ്പൊ താൻ ആരുടെയും വൈഫല്ല. ആരും തന്റെ മേൽ അധികാരം പറഞ്ഞു വരികയില്ല. സർ, 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 വേണ്ട. ആരെയും കാണും. എന്റെ റൂമിൽ ആരും ഈ ടൈമിൽ വരില്ല. താൻ മേടിക്കണ്ട. बड़ा जुर्माना तू सब्र तो कर मेरे यार जरा सांस तो ले दिलदार चल फिक्र नु गोली ഏയ്, मार है दिन जिंदगी दे चार മതിയോ? എന്ത്? കിസ്. ശ്ശേ, എന്നോട് ഇങ്ങനൊന്നും ചോദിക്കാതെ സർ. താൻ പൊക്കോ. ലവ് യു സർ. ലവ് യു സഞ്ജന. ഗുഡ്. हो जाएगा प्यार चलेगा हौले हौले हो जाएगा प्यार